മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഡിഡ് ദ ഓറിയന്റലിസ്റ്റ് ബിലീവ് ഇൻ ഇന്റർവെനിങ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി? ഇന്ത്യൻ സമൂഹത്തിൽ ഇടപെടുന്നതിൽ ഓറിയന്റലിസ്റ്റുകൾക്ക് താല്പര്യമുണ്ടായിരുന്നു. ആരാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് ആദ്യം അറിയണം, അല്ലെ? ഓറിയന്റലിസ്റ്റ് വേർ മെയിൻലി ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ ഹിസ്റ്റോറിയൻസ്. ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഭാഗമായി തന്നെയുള്ള ചില ചരിത്രകാരന്മാരാണ്, അഥവാ ബ്രിട്ടീഷുകാർ. ബിലീവ്ഡ് ഇൻ ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ സംസ്കാരത്തിന്റെ മഹാത്മ്യത്തിൽ വിശ്വസിച്ചിരുന്നവരാണ് അവർ. ആൻഡ് ഒപ്പൈൻഡ് ദാറ്റ്, അവരുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു? ദ ഇന്ത്യൻസ് ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഇൻ ദെയർ നേറ്റീവ് ആൻഡ് ലോക്കൽ ലാംഗ്വേജസ്. ഇന്ത്യൻസിനെ അവരുടെ പ്രാദേശിക ഭാഷയിൽ തന്നെ പഠിപ്പിക്കാം. അവരുടെ ലോക്കൽ ആയ കൾച്ചറിനെയും അവരുടെ ലോക്കൽ ട്രഡീഷനെയും റെസ്പെക്റ്റ് ചെയ്യണം. അതിൽ ഒത്തിരി ഗ്രേറ്റ്നെസ് ഉണ്ട്. അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കരുത്, അതിൽ മായം ചേർക്കാൻ ശ്രമിക്കരുത്, അതിൽ ഇംഗ്ലീഷ് കലാത്തരുത്. ഇങ്ങനെയൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. ദി ഫാദർ ഓഫ് ഓറിയന്റലിസം എന്ന് പറയുന്നത്, ഈ ഓറിയന്റലിസത്തിന്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് സർ വില്യം ജോൺസ് ആണ്. 1746-നും 1794-നും ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം ആരായിരുന്നു? ഹി വാസ് എ ജഡ്ജ് ഓഫ് ദ കൽക്കട്ട സുപ്രീം കോർട്ട്. കൽക്കട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിയായിരുന്നു സർ വില്യം ജോൺസ്. ഹു ഇനീഷ്യേറ്റഡ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ ലാംഗ്വേജസ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഭാഷകളെക്കുറിച്ച് ഒരു പഠനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് അദ്ദേഹം. ഓറിയന്റലിസം എന്താണ്? ഇറ്റ് വാസ് ആൻ ഐഡിയോളജി എക്സിസ്റ്റഡ് അമംഗ് ദ ബ്രിട്ടീഷ് റൂളേഴ്സ് ആൻഡ് അക്കാഡമിക്സ്. ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കും ബ്രിട്ടീഷ് വിദ്യാഭ്യാസ ചിന്തകർക്കും ഇടയിൽ നിലനിന്നൊരു ആശയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഓറിയന്റലിസ്റ്റുകൾ വാദിച്ചിരുന്നത് അതാണ്. ദേ ആർഗ്യൂഡ് ദാറ്റ് ഇന്ത്യ ഷുഡ് ബി ഗവേൺഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് ഇറ്റ്സ് ഓൺ ലോസ് ആൻഡ് ദി ഇന്ത്യൻ ട്രഡീഷൻ ഷുഡ് ബി റെസ്പെക്റ്റഡ്. ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ രീതിക്കും പാരമ്പര്യത്തിനും നിയമത്തിനൊക്കെ അനുസരിച്ച് തന്നെ വേണം ഭരിക്കാൻ. അതിന് ആദ്യം ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാർ പഠിക്കണം എന്നുവരെ അവർ പറഞ്ഞു. ദിസ് വാസ് എഗെയിൻസ്റ്റ് ടു ദ ആംഗ്ലിക്കനിസം. ഈ ആംഗ്ലിക്കനിസം എന്ന ചിന്താഗതിയിലെ എതിർ ചിന്താധാരയാണ് ഈ ഓറിയന്റലിസം. ആംഗ്ലിക്കനിസം എന്താണ് പറയുന്നത്? ആംഗ്ലിക്കനിസത്തിന്റെ വക്താക്കൾ പറയുന്നത് ദേ ക്ലെയിംഡ് ദാറ്റ് ഇന്ത്യ ഷുഡ് ബി കൺട്രോൾഡ് അക്കോർഡിംഗ് ടു ദ ബ്രിട്ടീഷ് ട്രഡീഷൻസ് ആൻഡ് ലോസ്. ബ്രിട്ടീഷ് പാരമ്പര്യങ്ങൾക്കും ബ്രിട്ടീഷ് നിയമങ്ങൾക്കും അനുസരിച്ച് ഇന്ത്യയെ നിയന്ത്രിക്കണം എന്ന് പറയുന്നവരാണ് ഈ ആംഗ്ലിക്കനിസത്തിന്റെ ആൾക്കാർ. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്, അതിന് ഘടകവിരുദ്ധമായ ഒരു കാര്യമാണ് ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞത്. സോ ഓറിയന്റലിസ്റ്റ് ലെഡ് ബൈ ഡോക്ടർ H.H. വിൽസൺ ആൻഡ് H.T. പ്രിൻസപ്പ്, ഇങ്ങനെയുള്ളവരൊക്കെ ഓറിയന്റലിസ്റ്റിന്റെ ഭാഗമാണ്. സർ വില്യം ജോൺസ് ആണ് അതിന്റെ തുടക്കക്കാരൻ എന്ന് നമ്മൾ പറഞ്ഞു. കൽക്കട്ട ഹൈക്കോടതിയിലെ ഒരു ജഡ്ജായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തെ കൂടാതെ H.H. വിൽസണും H.T. പ്രിൻസപ്പും ഒക്കെ ഓറിയന്റലിസ്റ്റുകൾ തന്നെയായിരുന്നു. അവർ അഡ്വക്കേറ്റ് ചെയ്തത്, അവർ വാദിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സാൻസ്ക്രിറ്റ്, അറബിക് ആൻഡ് പേർഷ്യൻ ആസ് ദ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ. സാൻസ്ക്രിറ്റും അറബിക്കും പേർഷ്യനുമായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം എന്ന്. ഓൺ ദി അതർ ഹാൻഡ്, നേരെ മറിച്ച് ദി ആംഗ്ലിസിസ്റ്റ് ലെഡ് ബൈ ചാൾസ് ട്രെബലിയനെ പോലെയുള്ള ആംഗ്ലിസിസ്റ്റുകൾ വാദിച്ചത്, അതുപോലെ തന്നെ എൽഫിൻസ്റ്റോണിനെ പോലുള്ള ആംഗ്ലിസിസ്റ്റുകൾ വാദിച്ചത്, ദേ അഡ്വക്കേറ്റ് ദ ഇംപാർട്ടിംഗ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. പാശ്ചാത്യ വിദ്യാഭ്യാസം പകർന്നു നൽകണം. എങ്ങനെ? ത്രൂ ദ മീഡിയം ഓഫ് ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെ എന്ന്. ദ ഓറിയന്റലിസ്റ്റ് ഓൾവേസ് ബിലീവ്ഡ് ഇൻ ഗവേണിംഗ് ഇന്ത്യ അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഓൺ ലോസ് ആൻഡ് കസ്റ്റംസ്. പക്ഷേ ഓറിയന്റലിസ്റ്റുകൾ എപ്പോഴും വിശ്വസിച്ചിരുന്നത് ഇന്ത്യയെ അതിന്റെ നിയമത്തിനും അതിന്റെ ആചാരങ്ങൾക്കും അനുസൃതമായി ഭരിക്കണം, റാദർ ദാൻ ഇന്റർവെനിങ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ ഇടപെടുന്നതിനേക്കാൾ നല്ലത്, അഭികാമ്യം അതാണെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഓറിയന്റലിസം വാസ് ആൻ ഐഡിയോളജി ദാറ്റ് എമർജ്ഡ് ഇൻ ദ യൂറോപ്യൻ എൻലൈറ്റൻമെന്റ് ആൻഡ് അറബ് വേൾഡ്സ് കൊളോണിയലിസം. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ അതുണ്ടായത് യൂറോപ്യൻ പ്രബോധോദയ ചിന്തയുടെ കാലഘട്ടത്തിൽ, അറബ് ലോകത്തിന്റെ കൊളോണിയലിസത്തിന്റെ കാലഘട്ടത്തിൽ ഒക്കെ രൂപപ്പെട്ടു വന്ന ഒരാശയമാണ്. ഇറ്റ് വാസ് പ്രിവൈലന്റ് എമംഗ് ബ്രിട്ടീഷ് അക്കാഡമിക്സ് ആൻഡ് റൂളേഴ്സ്. ബ്രിട്ടീഷ് അക്കാഡമിഷ്യൻസിന്റെ ഇടയിലും ഭരണാധികാരികൾക്കിടയിലും ഈ ചിന്ത വളരെ ശക്തമായി നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് ഓർക്കണം. ഹിയർ ആർ സം ഓഫ് ദ ബേസിക് ബിലീഫ്സ് ഓഫ് ദ ഓറിയന്റലിസ്റ്റ്. ഓറിയന്റലിസ്റ്റുകളുടെ ചില അടിസ്ഥാന വിശ്വാസങ്ങൾ താഴെ പറയുന്നവയാണ് എന്ന് പറഞ്ഞിട്ട് അത് പോയിന്റായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. They believed that India should be governed in a way that could minimize discontent and revolt among the indigenous population.
നാട്ടുകാരുടെ എതിർപ്പിനും അതൃപ്തിക്കും കുറവ് ഉണ്ടാകുന്ന രീതിയിൽ പരമാവധി നല്ല രീതിയിൽ ഇന്ത്യയെ ഭരിക്കണം എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഓറിയന്റലിസ്റ്റുകൾ. ദേ ബിലീവ്ഡ് ദാറ്റ് ഇന്ത്യ ഷുഡ് ബി ഗവേൺഡ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഓൺ ലോസ് ആൻഡ് കസ്റ്റംസ്. ഇന്ത്യയെ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ നിയമങ്ങളും കസ്റ്റംസും അനുസരിച്ച് വേണം ഭരിക്കാൻ എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഓറിയന്റലിസ്റ്റുകൾ. They believed that local languages should be used as the medium of instruction for local subjects. പ്രാദേശിക വിഷയങ്ങൾക്ക് പ്രബോധന മാധ്യമമായിട്ട് ഇംഗ്ലീഷ് അല്ല പിന്നെയോ അവരവരുടെ പ്രാദേശിക ഭാഷകൾ തന്നെ ഉപയോഗപ്പെടുത്തണം എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഓറിയന്റലിസ്റ്റുകൾ. They believed that it was important to understand the local cultures and languages of India to govern Indians. ഇന്ത്യൻസിനെ ഭരിക്കുവാനായിട്ട് അവരുടെ പ്രാദേശിക സംസ്കാരങ്ങളും ഭാഷകളും സുപ്രധാനമാണ് എന്ന് വിശ്വസിച്ചിരുന്നു. They believed that the quality of life of Indian people should be improved. ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം എന്ന് വിശ്വസിച്ചിരുന്നു. They believed that arts and knowledge should be advanced in the English empire. ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൽ വെറും ഭരണവും അതുപോലെ തന്നെ വാണിജ്യവും മാത്രം പോരാ, കുറച്ചൊക്കെ കലയും അറിവിനും പ്രോത്സാഹനം വേണം എന്ന് വാദിച്ചിരുന്നു. അങ്ങനെയാവട്ടെ, ഹവർ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കൂടി ചില ബ്രിട്ടീഷ് ഭരണാധികാരികളായിട്ടുള്ള മെക്കാളയെ പോലുള്ളവർ, തോമസ് ബാബിംഗ്ടൺ മെക്കാളെ, അദ്ദേഹത്തെ പോലുള്ളവർ വളരെ ശക്തമായി വാദിച്ചു. ഹി വാസ് സ്ട്രോങ് ക്രിട്ടിക് ഓഫ് ദ ഓറിയന്റലിസ്റ്റ് ഐഡിയോളജി. ഓറിയന്റലിസ്റ്റ് ഐഡിയോളജിയെ വിമർശിച്ച ആളാണ്. ഹി അർജ്ഡ് ദ ബ്രിട്ടീഷ് ടു സ്റ്റോപ്പ് സ്പെൻഡിങ് മണി ഓൺ പ്രൊമോട്ടിംഗ് ഓറിയന്റലിസ്റ്റ് ലേണിംഗ് ആൻഡ് സ്പെൻഡ് ഇറ്റ് ഓൺ ടീച്ചിങ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓറിയന്റലിസ്റ്റുകളുടെ ഈ പഠനത്തിന് വേണ്ടി പണം ചെലവാക്കുന്നത് നിർത്തുക എന്നും ആ പണം ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുക എന്നുമാണ് അദ്ദേഹം വാദിച്ചത്.